നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, താൻ എന്തിനാ ഒപ്പിട്ടത്? പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണമെന്ന്. എന്തിന്? അമ്മയെ കാണാൻ വന്നാൽ പോലും അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ടും ഒരു അഡ്വക്കേറ്റും അവരുടെ സ്റ്റാഫ് കൂടെ വന്നു. അവര് നീട്ടി ഏതൊക്കെയോ കടലാസുകളിൽ താൻ ഒപ്പിട്ട് കൊടുത്തു. മിണ്ടരുത്. ഓഫീസിലെ തിരക്കുകളിൽ ഇരിക്കുമ്പോഴും അതിനിടയിൽ ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചു. അപ്പോഴും ഇല്ലെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? എടോ, അത്രയ്ക്കൊക്കെ ഞാൻ ചെയ്യുമ്പോഴും ഒരു മിനിമം കോമൺ സെൻസെങ്കിലും ഉപയോഗിക്കായിരുന്നല്ലേ തനിക്ക്? അത് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ... എന്ത് നിർബന്ധം? ഇതിനേക്കാൾ നിർബന്ധ ബുദ്ധിയോടെ അളിയൻ വന്ന് കമ്പനിയിലെ പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒപ്പിടാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞില്ലേ? അതെന്താ ഇപ്പൊ പറയായിരുന്നേ? അന്ന് എന്നോട് പറഞ്ഞത് വിജയ് സാറല്ലേ, പക്ഷെ ഇപ്പൊ പറഞ്ഞത് പത്മ മേഡമാ. അതെനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല സർ. പത്മ മേഡം? ഈ പത്മ മേഡം തന്നെ ആകാശത്തോളം എടുത്ത് ഉയർത്തുമെന്ന് കരുതിയോ? അവസരം കിട്ടിക്കഴിഞ്ഞാലേ ചവിട്ടി താഴ്ത്താൻ നിൽക്കുന്നവരാ. അവരുടെ മുമ്പിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കിടന്ന് പാടുപെടുന്നത്. ഈ രജിസ്റ്റർ നടത്തുന്നതും തന്നെ എന്നോടൊപ്പം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എതിർത്ത് തോൽപ്പിക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാ. ഒറ്റ നിമിഷം കൊണ്ട് അത് തകർത്ത് കളഞ്ഞുള്ള താൻ. നന്ദിനി, ഒരു കാര്യം ഞാൻ പറയട്ടെ, താൻ എന്തിനാ ഈ ഇന്നസെൻസ് കാണിക്കുന്നത്? വിനയവും ബഹുമാനവും ഒക്കെ കാണിക്കണം, അത് അർഹിക്കുന്നവരുടെ മുന്നിൽ മാത്രം. അല്ലാത്തവരുടെ മുന്നിൽ കാണിച്ചാലേ അതിനൊരു മണൽത്തരിയുടെ വില പോലും കിട്ടില്ല. അതുകൂടി തിരിച്ചറിയാതെ പോയല്ലോ താൻ. എനിക്ക് എന്റെ വാക്കുകൾക്ക് എന്ത് വിലയാ താൻ കൽപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാ നന്ദിനി തന്നെ വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് ചെയ്യുന്നത്? എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. തന്നെ രക്ഷിച്ചു കളയാം, തന്നെ നന്നാക്കി കളയാന്ന് വിചാരിച്ച എന്നെ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ 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 നന്ദിനി, ഒപ്പിടുന്നതിന് മുമ്പ് അതിൽ എഴുതിയിരുന്നതൊക്കെ വായിച്ചു നോക്കിയോ? ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എത്ര കടലാസുകളിൽ താ ഒപ്പിട്ടു? എത്ര ഒപ്പിട്ടു? 6 ഒപ്പിട്ടു സർ. ഓ ഗോഡ്, ഇത്രയും പേപ്പറുകൾ ഒപ്പിടുമ്പോ അല്പം പോലും സംശയം തോന്നിയില്ല തനിക്ക്? ഓക്കെ 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 ആ പേപ്പറുകളിൽ എന്താ എഴുതിയിരുന്നത്? അത് എനിക്കറിയില്ല സർ. നന്ദിനി, എന്തെങ്കിലും ആ കൂട്ടത്തില് എന്തെങ്കിലും ഒരു കാര്യം താൻ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല സർ, അത് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു. നന്ദിനി, ഞാൻ ചോദിക്കുന്ന ചോദ്യം, അത് എങ്ങനെയുള്ള പേപ്പർ ആയിരുന്നു? പ്രത്യേകിച്ച് അതിന്റെ നിറമോ ടൈപ്പ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ലെറ്റേഴ്സോ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക്? പ്ലീസ് നന്ദിനി, ഒന്ന് ഓർത്തെടുക്ക് പ്ലീസ്. അത് സർ, ഈ വീടിന്റെ ആധാരമൊക്കെ എഴുതുന്ന പോലെ ഒരു പേപ്പർ ഉണ്ടല്ലോ, സ്റ്റാമ്പ് പേപ്പർ, ഈ കറൻസി നോട്ടിന്റെ ചിത്രമൊക്കെ ഉള്ള. അതെ സർ. വൈ നന്ദിനി? അപ്പൊ പോലും ജസ്റ്റ് ഒരു കോൾ. സർ, എന്നെ ഇനി വഴക്ക് പറയരുത്. അപ്പൊ ഞാനത് ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ പത്മമ്മ എന്നെ വെറുതെ വിടുവായിരുന്നോ?
ഏയ് നന്ദിനി, പോട്ടെ 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 പോട്ടെ. എന്നാലും അതിലെന്തായിരിക്കും മാറ്റർ? സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും? അഡ്വക്കേറ്റ് ടൈപ്പ് ചെയ്ത മാറ്റർ, അതും സ്റ്റാമ്പ് പേപ്പർ. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. നന്ദിനി, ഇനിയെങ്കിലും എന്നോട് ചോദിക്കാതെ ഇതുപോലൊരു കുഴപ്പത്തിൽ പോയി ചാടരുത്. ഞാൻ തന്നോട് ദേഷ്യപ്പെട്ടതല്ല, സംഭവിച്ച കാര്യത്തിൽ അത്രയ്ക്കും വിഷമമുള്ളതുകൊണ്ടാ. പ്ലീസ് നന്ദിനി, താൻ ഈ കണ്ണൊക്കെ തുടച്ചേ. പറയുന്നത് കേക്ക് നന്ദിനി. തന്റെ കാര്യങ്ങൾ എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാ. തന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാ നന്ദിനി.